ഉഹദ് മലയോളം പ്രതിഫലം ലഭിക്കുന്ന ഒരു സ്വലാത്ത് ഇൻഷാ അള്ളാഹ് നമുക്ക് പഠിച്ചാലോ? ഉഹദ് മലയോളം പ്രതിഫലം നമുക്ക് ലഭിക്കും. ചെറിയ സ്വലാത്തല്ല അത്. മഹാനായ ഇമാമുന ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അനുഭവങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന സുന്ദരമായ ഒരു സ്വലാത്താണ്. ഉഹദ് മലയോളം പ്രതിഫലം നമുക്ക് ലഭിക്കും. അത്രയോളം പ്രതിഫലം ലഭിക്കുന്ന സ്വലാത്ത് ഏതാണെന്ന് നമുക്ക് പഠിച്ചാലോ? ജീവിതത്തിൽ ബറക്കത്ത് വേണമെന്ന് ആഗ്രഹമില്ലാത്ത ആരാണുള്ളത് പ്രിയപ്പെട്ടവരെ? നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ ഭാര്യയിൽ, സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭർത്താവിൽ ബറക്കത്ത് വേണം, അവരുടെ ജോലികളിൽ ബറക്കത്ത് വേണം എന്നാഗ്രഹിക്കാത്ത ഒരു സഹോദരിമാരും ഉണ്ടാകൂല, ഒരു സഹോദരങ്ങളും ഉണ്ടാകൂല. ഈ വീഡിയോ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകുന്ന സുന്ദരമായ ഒരു സ്വലാത്ത് ഇൻഷാ അല്ലാഹ് പഠിപ്പിക്കുകയാണ്. ആ സ്വലാത്തിന്റെ ഒട്ടനവധി നേട്ടങ്ങൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായിട്ട് കാണുക. വേണ്ടപ്പെട്ടവരിലേക്ക്, നിങ്ങളുമായി ബന്ധമുള്ളവരിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ഷിഫയാക്കട്ടെ. നമ്മുടെ സുഹൃതങ്ങളെല്ലാം അള്ളാഹു പരിപൂർണമായും കബൂലാക്കട്ടെ. ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാഹ് നമ്മുടെ മജ്ലിസ്, നമ്മുടെ ക്ലാസ് എല്ലാം കാണുന്നുണ്ട്. എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും നിങ്ങളുടെ ദുആ വസിയത്തുകളെല്ലാം നമ്മുടെ കമന്റ് സെക്ഷനുകളിൽ അറിയിക്കുക. ഇനിയും അറിയിക്കുക ഇൻഷാ അല്ലാഹ്. എല്ലാവരുടെ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ഉറപ്പായും എല്ലാവർക്കും വേണ്ടി നമ്മുടെ മജ്ലിസിലെ ദുആകളിലൊക്കെ ദുആ ചെയ്യുന്നതായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെല്ലാം ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാകുന്ന ഒരുപാട് അമലുകളുണ്ട്, ഒരുപാട് അറിവുകളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു അറിവാണ് സ്വലാത്തിനെ കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല സുഹൃതം ഏതാണ് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒറ്റ ശ്വാസത്തിൽ മറുപടിയായി പറയാൻ കഴിയുന്നത് അത് സ്വലാത്താണ് എന്നാണ്. കാരണം സ്വലാത്ത് അള്ളാഹു സ്വീകരിക്കുന്നതിൽ പ്രത്യേക മാനദണ്ഡങ്ങൾ വെച്ചിട്ടില്ല. നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ ദിക്റുകൾ, മറ്റു അമലുകൾ എല്ലാം ഒരു സുബ്ഹാനല്ലാഹ് പോലും, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലും അള്ളാഹു സ്വീകരിക്കാൻ ഒരുപാട് നിബന്ധനകളുണ്ട്. അത് ചെക്ക് ചെയ്യും. പലയിടങ്ങളിൽ നമ്മൾ ചൊല്ലിയതായ ദിക്റുകൾ, നിസ്കാരങ്ങൾ, മറ്റു അമലുകൾ എല്ലാം അള്ളാഹു അത് ചെക്ക് ചെയ്ത് മാത്രമേ അത് സ്വീകരിക്കണോ വേണ്ടേ എന്നൊരു ചിന്ത പറ്റൂ. പക്ഷേ സ്വലാത്തിന്റെ വിഷയം അങ്ങനെയല്ല. അള്ളാഹു ഡയറക്റ്റ് സ്വീകരിക്കുന്ന ഒരു അമലുണ്ടെങ്കിൽ അത് വിശുദ്ധമാക്കപ്പെട്ട സ്വലാത്താണ്. അപ്പൊ സ്വലാത്തുകൾ പലവിധം സ്വലാത്തുകളുണ്ട്. ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ദിവസം ഒരു പ്രത്യേക തരം സ്വലാത്താണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. മഹാനായ ഗസ്സാലി, ഇമാമുന ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അനുഭവത്തിന്റെ, ജീവിതത്തിന്റെ വെളിച്ചത്തിലൂടെ പഠിപ്പിച്ചു തന്നതായ, രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതായ സുന്ദരമായ ഒരു സ്വലാത്താണ്. ഇതിനൊരുപാട് നേട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ നേട്ടം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? 7 വെള്ളിയാഴ്ചകളിലായിട്ട് 7 പ്രാവശ്യം ഈ സ്വലാത്ത് ഓതിക്കഴിഞ്ഞാൽ, ചൊല്ലിക്കഴിഞ്ഞാൽ, അതായത് ഒരു വെള്ളിയാഴ്ച ആകുമ്പോൾ ഈ സ്വലാത്ത് 7 പ്രാവശ്യം ഓതുകയാണ്. അടുത്ത വെള്ളിയാഴ്ച വീണ്ടും 7 പ്രാവശ്യം, അടുത്ത വെള്ളിയാഴ്ച വീണ്ടും 7 പ്രാവശ്യം. അങ്ങനെ 7 വെള്ളിയാഴ്ചകളിൽ 7 പ്രാവശ്യം വെച്ച് ഈ സ്വലാത്ത് കൃത്യമായി പാരായണം ചെയ്യുന്ന മനുഷ്യനിക്ക് അല്ലാഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള മഹത്തായ ഭാഗ്യം ലഭിക്കുമെന്ന് മഹാനായ ഇമാമുന ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പഠിപ്പിച്ചു തരാണ്. ജീവിതത്തിന്റെ വെളിച്ചത്തിലാണ് പഠിപ്പിച്ചു തരാ. അപ്പോൾ വലിയ ഒരു കൂലി ലഭിക്കുന്ന സ്വലാത്താണ്. മുത്തുനബിയെ കാണാൻ അള്ളാഹു നമുക്കൊക്കെയും ഭാഗ്യം തരട്ടെ. അങ്ങനെ കാണാൻ ആഗ്രഹിച്ച് നടക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നമുക്കറിയാം. അള്ളാഹു നമുക്ക് ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഈ സ്വലാത്ത് 7 വെള്ളിയാഴ്ചകളിൽ 7 പ്രാവശ്യമായി ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്യാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാം. അള്ളാഹു ഭാഗ്യം തരട്ടെ. അടുത്ത ഒരു നേട്ടമാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത്. അല്ലേ? ജീവിതത്തിൽ ബറക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. എല്ലാവർക്കും
നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് വേണമെന്ന് കൊതിയുള്ളവരാണ്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾപ്പെടും. ഭക്ഷണത്തിൽ ബറക്കത്ത്, നമ്മുടെ ശരീരത്തിൽ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ രോഗമില്ലാതിരിക്കുക, അതാണ് ശരീരത്തിന്റെ ബറക്കത്ത്. സമ്പത്തിൽ ബറക്കത്ത്, ജോലിയിൽ ബറക്കത്ത്, ജോലി ഭാരങ്ങൾ അള്ളാഹു കുറച്ചു തരും. സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനുള്ള അവസരങ്ങൾ അള്ളാഹു ഇനിയും തരും. മക്കളിൽ ബറക്കത്ത്, മക്കൾ നല്ല സ്വഭാവത്തിന്റെ ഉടമകളായ നല്ല മക്കളാവും. ഭാര്യയിൽ ബറക്കത്ത്, സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭർത്താക്കന്മാരിൽ ബറക്കത്ത്, അതായത് അവർ നല്ല ഭർത്താക്കന്മാരായിരിക്കും. ജീവിതത്തിൽ എല്ലാ പാപങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഭാര്യയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന ഭർത്താവാക്കി മാറാൻ ഈ ഒരു സ്വലാത്ത് വളരെയേറെ ഉത്തമമാണ് എന്ന് ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്താൻ. അപ്പൊ ഈ സ്വലാത്ത് അതുപോലെ അടുത്ത ഒരു നേട്ടമാണ് പ്രിയപ്പെട്ടവരെ, ഉഹുദ് മലയോളം അല്ലാഹു തആല പ്രതിഫലം രേഖപ്പെടുത്തുന്ന ഒരു സ്വലാത്താണ്. നമ്മുടെ കിതാബിൽ നന്മ ചെയ്യുന്നതും തിന്മയും ഒക്കെ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ അതിൽ ഉഹുദ് മലയോളം പ്രതിഫലം അല്ലാഹു തആല രേഖപ്പെടുത്താണ്, നന്മ രേഖപ്പെടുത്താണ്. കാരണം എന്താ? അത് ഈ സ്വലാത്തിന്റെ പവറാണ്. അടുത്ത ഒരു നേട്ടം പ്രിയപ്പെട്ടവരെ, ഹലാലായ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു സാധിപ്പിച്ചു തരും. ഈ സ്വലാത്ത് ചൊല്ലിയിട്ടൊന്ന് ദുആ ചെയ്താൽ മതി. ഈ സ്വലാത്ത് ഇങ്ങനെ ദിവസവും ഈ സ്വലാത്ത് ഇങ്ങനെ പാരായണം ചെയ്തിട്ട് റബ്ബിനോട് ദുആ ചെയ്താൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല റാഹത്തായ ഹലാലായ ആഗ്രഹങ്ങൾ പരിപൂർണമായും സാധിപ്പിച്ചു തരും. മറ്റൊരു നേട്ടം, ജീവിതത്തിന്റെ ക്ലേശങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ അല്ലാഹു അങ്ങനെ അടങ്ങുന്നത് മുഴുവനും മാറ്റിത്തരും. ഉറപ്പാണ്. ഇത് ജീവിതത്തിന്റെ അനുഭവങ്ങൾ കൊണ്ട് പഠിപ്പിച്ചു തന്ന മഹാരഥന്മാര് പഠിപ്പിച്ചു തന്നതായ സുന്ദരമായ സ്വലാത്താണ്. അടുത്ത ഒരു നേട്ടം, സിറാത്തുൽ മുസ്തഖീം മിന്നലിന്റെ വേഗത്തിൽ ധൈര്യത്തോടുകൂടി കടന്നു പോകാൻ കഴിയും. ആഖിറത്തിൽ അല്ലാഹു പ്രത്യേക ദറജയേറ്റി തരുന്നതാണ് ഈ സ്വലാത്ത് പതിവാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം. ഏതാണ് പ്രിയപ്പെട്ടവരെ സ്വലാത്ത്? ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണിച്ചു തരാൻ പ്രിയപ്പെട്ടവരെ, അത് നോക്കി സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് എടുത്ത് എഴുതി വെച്ച് പഠിക്കുകയോ, അങ്ങനെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചാലും നമുക്ക് എന്നും ആ നോട്ട്ബുക്കിൽ നോക്കി ഓതി അത് കാണാതെ പഠിക്കാവുന്നതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ കാണിക്കുന്നതാണ്, നോക്കി ഇൻഷാ അല്ലാഹ് പാരായണം ചെയ്യുക. ഈ സ്വലാത്ത് ഏതാണെന്ന് നമുക്ക് പഠിക്കാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തകൂനു ലക റിളാഅ വലിഹഖിഹി അദാഅ വഅതിഹിൽ വസീലത വബ്അസുഹുൽ മഖാമൽ മഹ്മൂദ അല്ലദീ വഅദ്തഹു വജ്സിഹി അന്നാ മാ ഹുവ അഹ്ലുഹു വജ്സിഹി അഫ്ളല മാ ജാസൈത നബിയ്യൻ അൻ ഉമ്മത്തിഹി വസല്ലി അലൈഹി വഅലാ ജമീഇ ഇഖ്വാനിഹി മിനൻ നബിയ്യീന വസ്സാലിഹീന യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തകൂനു ലക റിളാഅ വലിഹഖിഹി അദാഅ വഅതിഹിൽ വസീലത വബ്അസുഹുൽ മഖാമൽ മഹ്മൂദ അല്ലദീ വഅദ്തഹു വജ്സിഹി അന്നാ മാ ഹുവ അഹ്ലുഹു വജ്സിഹി അഫ്ളല മാ ജാസൈത നബിയ്യൻ അൻ ഉമ്മത്തിഹി വസല്ലി അലൈഹി വഅലാ ജമീഇ ഇഖ്വാനിഹി മിനൻ നബിയ്യീന വസ്സാലിഹീന യാ അർഹമർ റഹീമീൻ. ഈ പുണ്യമാക്കപ്പെട്ട ഈ സ്വലാത്താണ് പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ് ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. ഉറപ്പാണ്. നമ്മുടെ ജീവിതത്തിന്റെ ക്ലേശങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരാൻ കാരണമാകുന്ന സുന്ദരമായ സ്വലാത്താണിത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ഉതകുന്ന സ്വലാത്താണ്. ജീവിതത്തിൽ ബറക്കത്ത് കൊണ്ടുവരും. എല്ലാ കാര്യങ്ങളിലും ബറക്കത്ത്, ജീവിത ഉപാധികളിൽ ബറക്കത്ത്, ജോലിയിൽ, സമ്പത്തിൽ, ശരീരത്തിൽ, മക്കളിൽ, ഭാര്യയിൽ, ഭർത്താവിൽ, ഇണകളിൽ ഒക്കെയും ബറക്കത്ത്, വീട്ടിൽ സകല കാര്യങ്ങളിലും ബറക്കത്ത് കൊണ്ട് നിറയുന്ന സുന്ദരമായ സ്വലാത്താണ്. അതുപോലെ ഉഹദ് മലയോളം പ്രതിഫലം ലഭിക്കപ്പെടുന്ന സ്വലാത്താണ്. നമ്മുടെ ഹലാലായ മുഴുവൻ ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു തരാൻ കാരണമാകുന്ന സ്വലാത്താണ്. ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ മുഴുവനും അല്ലാഹു മാറ്റിത്തരുന്ന സുന്ദരമായ സ്വലാത്താണ്.
അതുപോലെ ആഖിറത്തിൽ പ്രത്യേക പദവി ലഭിക്കപ്പെടുന്ന നല്ല സ്വലാത്താണ്. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമല്ലോ. എല്ലാ ദിവസവും കഴിയുന്ന ഒരെണ്ണം ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലിയാൽ മതി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സ് കാണുന്നവർ, കണ്ടുകൊണ്ടിരിക്കുന്നവർ, കമന്റ് സെക്ഷനുകളിൽ ദുആ വസിയ്യത്തുകൾ അറിയിക്കുന്നവർ, അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം തരട്ടെ. ഇൽമിന്റെ മജ്‌ലിസാണ് കാണുന്നത് എന്നുള്ള നീയത്തോടു കൂടി കാണുക. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. വിഷമങ്ങൾ അള്ളാഹു തആല മാറ്റിത്തരും, സംശയമില്ല. കടങ്ങൾ അള്ളാഹു തആല വീട്ടിത്തരും, സംശയമില്ല, ഉറപ്പാണ്. അള്ളാഹു പരിപൂർണമായി നമ്മയൊക്കെയും ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യുക, ദുആ ചെയ്യണമെന്ന വസിയത്തോടു കൂടി നിർത്തട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.